കൊളോസിയം നിർമ്മിച്ചത് 72 AD കേട്ടോ. AD 72 ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അന്ന് മുതൽ 6 വർഷങ്ങൾക്ക് ശേഷം ഇത് നിർമ്മിച്ചു കഴിഞ്ഞു. ആ സമയത്ത് ഇത് ലേക്കായിരുന്നു കേട്ടോ. ഈ ലേക്കിലാണ് ഇത് നിർമ്മിച്ചത് കൊളോസിയം. ഇത് ഇപ്പോൾ ഏതാണ്ട് 2000 വർഷത്തിലേറെ പഴക്കമുണ്ട് കേട്ടോ കൊളോസിയം. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കിയത് അറൗണ്ട് 200 മീറ്റേഴ്സ് അത്രയും ഉയരമുണ്ട്. അത് മനുഷ്യനിർമ്മിതിയാണിത്. ഇത് റോമിൻ്റെ വൺ ഓഫ് ദ ഐക്കോണിക് ബിൽഡിംഗ് ആണ്. ഇന്ന് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഓപ്പൺ എയർ തിയേറ്റർ ആണെന്ന് പറയുന്നത്. പഴയ കാലത്തെ സ്റ്റേഡിയം ഒന്നുമല്ല, ഇത് ഓപ്പൺ എയർ തിയേറ്ററാണ്. അന്ന് ഇതിനകത്ത് ഏതാണ്ട് 400,000 പീപ്പിള് ഇതിനകത്ത് യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അതുപോലെ മൃഗങ്ങളും മറ്റുമൊക്കെ. ഇതാണ് കൊളോസിയം ഉണ്ടാക്കിയ ഏറ്റവും വലിയ ക്രെയിൻ കേട്ടോ. അവരന്ന് മാൻമെയ്ഡ് ക്രെയിൻ ഉണ്ടാക്കിയതാണ് വുഡിൽ. ഓക്കെ, വുഡിൽ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ ഈ ക്രെയിനിൽ ഇങ്ങനെ പൊന്തിച്ച് മേളിലേക്ക് കയറ്റിയതാണ് കേട്ടോ, കയർ ഉപയോഗിച്ച്. ഇതാണ് കപ്പി. വാവ്, ശരിക്കും എന്ത് വലിപ്പത്തിലുള്ള ഇറ്റാലിയൻ മാർബിളുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കി. ഇതാണ് ആ കറക്കുന്നുണ്ടായിരുന്നത്. ഒരാൾ കറക്കി മേളിലേക്ക് ഇരുന്നില്ലേ, അതിൻ്റെ കപ്പിയുടെ എന്താ പറയുക, ഇത് നട്ടോ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റും. ഇവിടെ കുട്ടയാണെന്ന് തോന്നും. യെസ്, നമ്മളിപ്പം ഇതിൻ്റെ നടുക്കേക്ക് പോവാണ്. കണ്ടല്ലോ, ഗായ്സ് നമ്മളെത്തി, ഉള്ളിലെത്തി. എത്തിച്ചേർന്നു. ഓക്കെ, ഇനി നമുക്ക് എവിടെയെങ്കിലും ഒരു തിരക്കില്ലാത്ത ഭാഗത്ത് പോയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം, അങ്ങോട്ടൊക്കെ തിരക്കില്ലാത്ത ഭാഗമുണ്ട്, നമുക്ക് അവിടേക്ക് പോകാം. അവിടേക്ക് പോയിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കയറി. ഇതിപ്പോൾ അകത്തെ സീനാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. നോക്കിയേ, ഇത് മൊത്തം കൊളാപ്സ് ആയതിന് ശേഷമുള്ള ഈ ബാലൻസാണ് ഇപ്പോൾ ഇതുള്ളത്. ഞാൻ നിങ്ങളെ നേരത്തെ ഔട്ട് സൈഡിൽ നിന്നിട്ട് ആ വാള് കാണിച്ചില്ലേ, ഞാൻ പറഞ്ഞു അറൗണ്ട് 200 സംതിങ് വരുമെന്ന് പറഞ്ഞു. അതുപോലെയാണ് അതിൻ്റെ ബാലൻസാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറിയപ്പോൾ കണ്ടത് കേട്ടോ. ഇതൊക്കെ കൊളാപ്സ് ചെയ്യാൻ ശേഷമുള്ളതാണ്. സൂര്യൻ ഇങ്ങനെ നമുക്ക് നേരെയാണ് ഉദിച്ചിരിക്കുന്നത്. ഇനിയിപ്പം അപ്പുറ സൈഡിൽ പോയി കഴിഞ്ഞാൽ സൂര്യപ്രകാശം ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഇത് ഇവിടെയാണ് പൊക്കം കുറഞ്ഞ ഭാഗം കേട്ടോ. ബാക്കിയുള്ള ഭാഗമൊക്കെ നല്ല പൊക്കമുള്ള ഭാഗങ്ങളാണ്.
ഓ നിങ്ങൾ കണ്ടല്ലോ. ഇതിനി ഒന്ന് ഹായ് സോറി ഷുവർ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഇതിനകത്തുള്ള സീൻ ഇതെന്ന് കാണിക്കാം. ഞാൻ നിങ്ങളെ ഒന്ന് റൗണ്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കൊളോസിയം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും. ഇതാണ് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട്. പക്ഷേ അവിടേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അവിടെ ദാറ്റ് ഈസ് നോട്ട് അലൗഡ് ആ ഭാഗം. എന്നാലും നമ്മൾ താഴത്തെ ലെവലിലേക്ക് പോയിട്ട് അത് ഞാൻ കാണിക്കാം കേട്ടോ. കുറച്ചുകൂടെ അങ്ങോട്ട് പോയ സൂര്യപ്രകാശം ഇല്ലാതെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. നമ്മളിവിടെ ഇതിനകത്ത് കയറാതിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ലോസായി പോകുമായിരുന്നു. ഞാൻ പക്ഷേ വന്നപ്പം ആൾക്കാരൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ മണിക്കൂർ കണക്കിന് ക്യൂ നിൽക്കേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പക്ഷേ ഒരു 20 മിനിറ്റ്സ് ക്യൂ നിന്നപ്പോഴത്തേക്ക് എനിക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റും. പക്ഷേ ഇവിടെ കയറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ID കൊണ്ടുവരണം കറക്റ്റായിട്ട് കേട്ടോ. ID എന്ന് പറയുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് മതി. പാസ്പോർട്ടും ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ മാത്രമേ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കണം. ഓൺലൈനിൽ ടിക്കറ്റ് 35-40 അങ്ങനെയൊക്കെയാണ് റേറ്റ്. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. വെൽക്കം. ഇതിലെ ഗ്രൂപ്പായിട്ടാണ് ആൾക്കാർ ഇങ്ങനെ വരുന്നത്. ആവശ്യപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതിനകത്ത് പക്ഷേ പിടിച്ചുപറി ടീമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പിടിച്ചുപടി മോഷണം ടീമുകളൊന്നും ഇല്ല. നമ്മൾ ലെവൽ 3ൻ്റെ ടിക്കറ്റ് എടുത്താൽ ഏറ്റവും മുകളിൽ കയറാം. അവിടെ കുറച്ച് ആൾക്കാർ കയറി നിൽപ്പുണ്ട് ലെവൽ 3ൽ. ഏറ്റവും മുകളിൽ കയറി നിൽക്കാം. പക്ഷേ ഞാൻ ലെവൽ 3 എടുത്തില്ല. എന്ന് പറഞ്ഞാൽ ലെവൽ 2 തന്നെ ഇനഫാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കാണാമല്ലോ. പിന്നെ നമ്മൾ നിന്നാണ് ലെവൽ 3 ടിക്കറ്റ് എടുക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെയാണല്ലോ മേളിലോട്ടും കാണാനുള്ളൂ. ഈ മേളിൽ നിന്നുള്ള സീന് കണ്ടിട്ട് നമുക്ക് താഴേക്ക് പോകണ്ട. താഴെ എന്തായാലും പോകണം. താഴെ പോയാലേ അവിടെയുള്ള കേവ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോറി കേവ്സ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഗൈസ്, എന്നെങ്കിലും നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഇവിടെ വന്ന് ഇതൊക്കെ കാണണം കേട്ടോ. ഇതേ നോക്കിയേ, ഈ താഴെ കാണുന്ന എല്ലാം കേവ്സ് ആണ്. ഇതൊക്കെ കേവ്സ് ആണ് കേട്ടോ. ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ പ്രവേശനമില്ല. അവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ പ്രവേശനമില്ല. അത് ചിലപ്പം കൊളാപ്സ് ആവും ഏത് നിമിഷം എന്നുകൊണ്ടാണ് അവർ നമ്മളെ താഴത്തേക്ക് പ്രവേശിപ്പിക്കാത്തത് കേട്ടോ. അത് പണ്ട് കൊളാപ്സ് ആയ ഏരിയയാണ്. പിന്നെ അവരിപ്പോൾ അവിടെ ഇരുമ്പിൻ്റെ ഷീറ്റൊക്കെ ഇട്ടിട്ട് റെഡി ആക്കിയാണ് കുറച്ച് അവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു രൂപത്തിൽ ആക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടേക്ക് പോകാം കേട്ടോ. ഞാനിപ്പോൾ കൊളോസിയത്തിനകത്താണുള്ളത്. ഇതേ കണ്ടില്ലേ, കൊളോസിയാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. ഭയങ്കര സൂര്യപ്രകാശം കേട്ടോ. അതുകൊണ്ടാണ് ബാക്കെല്ലാം ഒരു വൈറ്റ് ഷെയ്ഡ് കാണുന്നത്. ആൾക്കാർ മൊത്തം നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്കിനി ലെവൽ 1ലേക്ക് പോയിട്ട് ആ അണ്ടർഗ്രൗണ്ടിലുള്ള കാര്യങ്ങളൊക്കെ കാണാം. അത് കണ്ടിട്ട് ഇവിടെ വീഡിയോ പാക്കപ്പ് ചെയ്യാം. കൊളോസിയത്തിൻ്റെ വീഡിയോ ഇവിടെ പാക്കപ്പ് ചെയ്യും അതോടുകൂടി. എത്ര സ്റ്റെപ്പ് നമ്മൾ മേളിലേക്ക് കയറിയോ അത്രയും സ്റ്റെപ്പ് തന്നെ താഴേക്ക് ഇറങ്ങണം കേട്ടോ. ആദ്യമേ നമ്മൾ മേളിലേക്കാണ് കയറിപ്പോയത്. അത് കാരണമാണ് ഇനി താഴേക്ക് ഇറങ്ങുന്നത്. അവരങ്ങനെയും മേളിലേക്ക് കയറ്റി വിടുള്ളൂ. അത് പോയിട്ടാണ് താഴേക്ക് വരാനുള്ളത്. ഇത് എനിക്ക് തോന്നുന്നത് ഒരു ദിവസം തന്നെ മില്യൺസ് ഓഫ് യൂറോ ഉണ്ടാക്കുന്നുണ്ട്. അത് പലരും ഇവിടെ നേരിട്ട് ടിക്കറ്റ് എടുത്താൽ 18 യൂറോ, നിങ്ങൾ പുറത്തുനിന്ന് എടുത്താൽ 35,
45 അങ്ങനെ പല വിധത്തിലുള്ള ടിക്കറ്റുകളുണ്ട് കേട്ടോ. പക്ഷേ ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ 1 2 അല്ലെങ്കിൽ 5 ദിവസമൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യുള്ളൂ. അപ്പം ആ സമയത്ത് ടിക്കറ്റ് ഫുള്ളാണ്, ഇത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റാതെയൊക്കെ വരുമ്പോൾ അവർ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കും. പിന്നെ ഇപ്പോൾ എല്ലാവരും ഓൺലൈനിലാണല്ലോ ടിക്കറ്റ് എടുക്കുന്നത്. പക്ഷേ ആ ഓൺലൈനിൽ എടുക്കുന്ന ടിക്കറ്റും ഇവിടെ നേരിട്ട് എടുക്കുന്ന ടിക്കറ്റിൻ്റെ വ്യത്യാസം ഇവരാരും മനസ്സിലാക്കുന്നില്ല. ഇവിടെ നേരിട്ട് ടിക്കറ്റ് എടുത്താൽ വെറും 18 യൂറോ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് എന്താ പറയുക, നമ്മൾ ഓൺലൈനിൽ എടുക്കുമ്പോഴത്തേക്കും 35 യൂറോ വരുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും ആരെങ്കിലും വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക. ഒരു ഹാഫ് അവറൊക്കെ ചിലപ്പോൾ നമ്മൾ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. അവിടെ കുറച്ച് കുറവുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ അത് കാരണം അതിൻ്റെ ക്ലോസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ആൾക്കാരിങ്ങനെ നിന്ന് സെൽഫി എടുക്കുന്ന കാരണം അകത്തേക്ക് പോകാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നിന്ന് ചിലപ്പോൾ പോകാമെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ലേഡി മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് പോവാം. ഈ കാണുന്ന ഭാഗമാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇരുമ്പ് ഷീറ്റ് കൊണ്ടിട്ട് നല്ല വഴിയുണ്ടായിരുന്നു. ആ വഴികളൊക്കെ ഇപ്പോൾ അവർ അടച്ചിട്ടിരിക്കുന്നത്. അവർ പറയുന്ന ആരെയും അകത്തേക്ക് കയറ്റി വിടില്ല എന്നുള്ളതാണ്. അതായത് ഇത് കൊളാപ്സ് ആവും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നമുക്ക് അകത്ത് അല്ല കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് അപ്പുറ സൈഡിൽ പോയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. ആക്ച്വൽ ബിൽഡിങ്ങിൻ്റെ ഉയരമാണ് ഈ കാണുന്നത്. പക്ഷേ ഇത് ബാക്കി മൊത്തം കൊളാപ്സ് ആയതും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഈ ഇപ്പം കാണുന്നത് കേട്ടോ. ആൾക്കാരൊക്കെ നടന്ന് തളർന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനിപ്പോൾ തന്നെ ഓൾറെഡി അറൗണ്ട് 15 കിലോമീറ്റേഴ്സ് അടുത്ത് നടന്നു കഴിഞ്ഞു കേട്ടോ. ഇനി ഒട്ടും നടക്കാൻ പറ്റില്ല. കാലെല്ലാം തീർത്തും, കാലിൻ്റെ മുട്ടെല്ലാം ഭയങ്കര വേദന. ഇവിടെ നടക്കാൻ മാത്രമേ വഴിയുള്ളൂ, അല്ലാതെ വാഹനങ്ങളിലൊന്നും പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ശരിക്കും നടന്ന് എന്നാലേ നമുക്കിതെല്ലാം കാണാൻ പറ്റുള്ളൂ. നടക്കുക അല്ലാതെ വേറൊരു രക്ഷയില്ല. നടക്കാൻ പറ്റാത്തവർ ഇവിടെ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇവിടെയൊക്കെ ലോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതെ, താഴത്തേക്ക് പോകുന്ന വഴിയെല്ലാം ലോക്ക് ചെയ്തിരിക്കുകയാണ്. അല്ലേ, ഇതാണ് അപ്പോൾ കൊളോസിയത്തിൻ്റെ കാഴ്ചകൾ നിങ്ങളെല്ലാവരും കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പ്രോത്സാഹനം തരണം. അതായത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടുതൽ ആളുകളിൽ ഈ വീഡിയോ എത്തിക്കുക. എന്നാലേ ഞങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ ഇങ്ങനെ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോകൾ എത്തിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. ഓക്കെ, താങ്ക് യു. പുതിയ നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനി വീണ്ടും കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ. സ്റ്റേ ട്യൂൺ. ബൈ.